മക്കളെ, ഇന്ന് നമുക്ക് റെയിൻ ബസേരെ മേം എന്ന യാത്രാവൃത്തിന്റെ സമ്മറി നോക്കാം. മലയാളത്തിലാണ് നമ്മൾ ഇതിന്റെ സമ്മറി പറയുന്നത്. ഓക്കെ. ശ്രീ അമൃതലാൽ വെഗഡിന്റെ നർമ്മദ പദയാത്രക്കിടയിലുണ്ടായ ഒരു സംഭവമാണ് ഈ യാത്രാവൃത്തത്തിൽ പ്രതിപാദിക്കുന്നത്. യാത്രക്കിടയിൽ അദ്ദേഹം തന്റെ സഹായിയായ ചോട്ടുവിനോടൊപ്പം പതോഡ എന്ന ഗ്രാമത്തിലെത്തി. വളരെ മോശം കാലാവസ്ഥയായതിനാൽ അന്ന് ആ ഗ്രാമത്തിൽ തങ്ങേണ്ടി വന്നു. കുറച്ച് ആളുകൾ ചേർന്ന് അവിടെ ഒരു ക്ഷേത്രം പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്ര നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ക്ഷേത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ ലേഖകനും സഹായിക്കും വിശ്രമിക്കുവാനായി ക്ഷേത്രം തുറന്നുകൊടുത്തു. നല്ല മഴ പെയ്തെങ്കിലും വളരെ ബുദ്ധിമുട്ടി പുറത്തു വെച്ച് ചോട്ടു ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും മഴ തോർന്നു കഴിഞ്ഞിരുന്നു. രാത്രിയിൽ എപ്പോഴോ ലേഖകൻ ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ കാലുകൾക്കരികിൽ ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നു. അയാൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നു. രാമായണത്തിലെ വരികൾ ചൊല്ലുന്നു. ഇനി വല്ല ഭ്രാന്തനുമാണോ? ലേഖകൻ മിണ്ടാതെ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ തിരികെ വരികയും ചെയ്തു. വാതിക്കൽ നിന്നുകൊണ്ട് ഗർജനസ്വരത്തിൽ അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇവിടെ എങ്ങനെ കടന്നു കയറി? അയാൾ കുപിതനായിരുന്നു. ഈ ക്ഷേത്രം പണിയിച്ചവരാണ് ഞങ്ങളെ ഇവിടെ തങ്ങുവാൻ അനുവദിച്ചത്. നോക്കൂ, കിടക്കുവാൻ വിരിപ്പും വെള്ളമെടുക്കാനുള്ള ബക്കറ്റും അവർ തന്നു, ലേഖകൻ പറഞ്ഞു. എന്നാൽ അയാൾ വെറുതെ പുലമ്പിക്കൊണ്ടിരുന്നു. താൻ CID ഇൻസ്പെക്ടറാണ്, സാധാ വേഷത്തിൽ കള്ളന്മാരെ തിരയുകയാണ് എന്നൊക്കെ അയാൾ പറയാൻ തുടങ്ങി. അയാളുടെ തലതിരിഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ടടിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ചാട്ടവാർ പിടിച്ചിട്ടുള്ള പോലെ അയാൾ കൈ അന്തരീക്ഷത്തിൽ ചുഴറ്റിക്കൊണ്ടിരുന്നു. ലേഖകനെയും ചോട്ടുവിനെയും സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ രാത്രി ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ എന്ന് ലേഖകൻ ചിന്തിച്ചുപോയി. അയാളുടെ ശ്രദ്ധ മുറിയിലിരുന്ന സാധനങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതിലെന്താണുള്ളത്? എനിക്ക് ഇതൊക്കെ പരിശോധിക്കണം, അയാൾ അലറി. ലേഖകന് ഭയം തോന്നി. അതിനുള്ളിൽ പച്ചക്കറി മുറിക്കുന്ന കത്തിയുണ്ട്. അതെങ്ങാനും അയാളുടെ കയ്യിൽ കിട്ടിയാൽ. അയാൾ പെട്ടി തുറന്നു. കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അയാൾക്ക് 2-3 പുസ്തകങ്ങൾ കിട്ടി. അത് തുറന്നു നോക്കിയിട്ട് സുരക്ഷിതമായി തിരികെ വച്ചു. അയാൾ ചോട്ടുവിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ചോട്ടു സങ്കോചത്തോടെ പറഞ്ഞു. ലേഖകനോട് ചോദിച്ചു, നിങ്ങൾ എന്തു ചെയ്യുന്നു? ഞാൻ അധ്യാപകനായിരുന്നു, ഇപ്പോൾ വിരമിച്ചു. ഏതോ ചിന്തയിൽ മുഴുകി അയാൾ പെട്ടെന്ന് നിശബ്ദനായി. ലേഖകനെ സൂക്ഷിച്ചു നോക്കി. ശരി, ഉറങ്ങിക്കോളൂ. ലേഖകൻ ശരീരമാസകലം പുതച്ച് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ വിചിത്രമായ ഒരു സംഭവമുണ്ടായി. അയാൾ ലേഖകന്റെ കാലുകൾ തിരുമ്മാൻ തുടങ്ങി. പിന്നെ കൈവെള്ളയിൽ എന്തോ വെച്ചുകൊടുത്തു. എന്നിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ചോട്ടു അകത്തുനിന്ന് വാതിലടച്ച് ആശ്വാസമായി. പക്ഷേ ഉറക്കം വന്നില്ല. ലേഖകൻ ചിന്തിച്ചു, അയാളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് എന്താണിത്ര മാറ്റം? കൈ തുറന്നു നോക്കി. 20 പൈസയുടെ ഒരു നാണയം. മനസ്സിൽ ഉടലെടുത്ത ചോദ്യങ്ങൾക്ക് ലേഖകൻ സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ തുടങ്ങി. അയാൾ എന്തുകൊണ്ട് പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞില്ല? ഇവർ വിദ്യാസമ്പന്നനായിരിക്കാം, ഗുരുക്കന്മാരായിരിക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഗുരുക്കന്മാരെ ആദരിക്കണമെന്ന സംസ്കാരം കലുഷിതമായ ആ മനസ്സിലും എവിടെയോ മറഞ്ഞു കിടക്കുന്നില്ലേ? ലേഖകൻ അധ്യാപകനാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ പൊടുന്നനെ മാറ്റം സംഭവിച്ചു. അധ്യാപക ദിനത്തിൽ രാജ്യം മുഴുവൻ ധാരാളം അധ്യാപകരെ ആദരിക്കുന്നു. ലേഖകനെയും അദ്ദേഹത്തിന്റെ നാട്ടിൽ പലതവണ ആദരിച്ചിട്ടുണ്ട്. എങ്കിലും ഭയന്നു വിറച്ച ആ രാത്രിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആദരം മറക്കാനേ കഴിയില്ല. നേരം പുലർന്നപ്പോഴേ ചിതറിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ ചോട്ടു പറയുന്നുണ്ടായിരുന്നു, അയാൾ നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല. മടങ്ങിപ്പോകാൻ നേരം അയലത്ത് താമസിക്കുന്ന യുവാവിനെ കണ്ടു. യുവാവിനോട് പറഞ്ഞു, രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അത് എൻ്റെ പിതാവാണ്. അദ്ദേഹത്തിന് ബുദ്ധിഭ്രമമാണ്. അത് കൂടുമ്പോഴാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. സഹോദരനോടൊപ്പം മന്ദി ദ്വീപിലാണ് താമസം.
ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്, യുവാവ് പറഞ്ഞു. ഞങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ വന്നില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി പാടത്തായിരുന്നു ഉറങ്ങിയത്. സോയാബീനിന്റെ വിളവെടുപ്പ് നടക്കുകയാണ് എന്ന് യുവാവ് പറഞ്ഞു. ലേഖകനും ചോട്ടുവും പോകാൻ തുടങ്ങുമ്പോൾ ആ ഭ്രാന്തനായ മനുഷ്യൻ അവരെ കാണുന്നു. ഓടിവന്ന് ലേഖകന്റെ കാൽക്കൽ വീണുകൊണ്ട് അയാൾ പറഞ്ഞു, ഗുരുദേവ, എനിക്ക് ലജ്ജയുണ്ട്, ഒന്നും മനഃപൂർവ്വമല്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സഹോദര, താങ്കൾ മുഴുവൻ ഗുരുക്കന്മാരുടെയും അന്തസ്സ് വാനോളം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിവരം താങ്കൾ തന്നെ അറിയുന്നില്ല. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവർ പോകുവാൻ തുടങ്ങി. ആ നാണയം അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മുടെ രേൻ ബസേരമേ എന്ന യാത്രാവൃത്തിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ ആൻസറും അടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്യാം. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.